നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 4 ബുധനാഴ്ചയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ നിന്ന് ആരംഭിക്കാം. S&P 500ഉം നാസ്ഡാക്കും റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ സെക്ടറുകൾ, കൺസ്യൂമർ ഡിസ്ക്രിഷണറി സെക്ടറുകൾ എന്നിവ വീണ്ടും നേട്ടമുണ്ടാക്കി. ഇന്നലെയും യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഫോക്കസിലുള്ളത് ഏഷ്യൻ മാർക്കറ്റുകളിൽ ദക്ഷിണ കൊറിയൻ മാർക്കറ്റാണ്. അവിടുത്തെ പ്രസിഡന്റ് യൂൻ സക് യോൾ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയും ഉണ്ടായി. പിന്മാറ്റം നിയമം പ്രഖ്യാപിച്ച് 6 മണിക്കൂറിനകമാണ്. ഇതുകൊണ്ട് തന്നെ ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. കോസ്പി മാർക്കറ്റ് ഇപ്പോൾ 2% ഇടിവിലാണ്. ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഓയിൽ പ്രൈസുകൾ തന്നെയായിരുന്നു. ഓയിൽ ഇന്നലെ 2.5% മുകളിൽ ഉയർന്നു. വരുന്ന മാസങ്ങളിൽ എയർലൈൻസ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത ഇന്ന് നമ്മൾ പറയുന്നുണ്ട്. കൂടാതെ ഇന്ന് ഡിഫൻസ് സെക്ടറിലുള്ള ധാരാളം കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. കാരണം 21,772 കോടി രൂപയുടെ പ്രതിരോധ പദ്ധതികൾക്ക് DAC അംഗീകാരം നൽകിയിരിക്കുന്നു. ധാരാളം സെക്ടറുകൾക്കും സ്റ്റോക്കുകൾക്കും ഫോക്കസ് വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെയും നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് തൊട്ടുമുകളിൽ നമ്മളിവിടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ഉയർന്ന ഇന്ധന ചെലവ് കാരണം വരും മാസങ്ങളിൽ വിമാന നിരക്ക് ഉയരാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത വരുന്നു. ഉയർന്ന ഇന്ധന വിലയും രൂപയുടെ മൂല്യത്തകർച്ചയും മൂലം പാട്ടച്ചെലവ് വർദ്ധിച്ചതും കാരണം വരും പാദങ്ങളിൽ വിമാന നിരക്ക് ഉയരാൻ സാധ്യതയുണ്ട്. എയർലൈനുകളുടെ ചെലവിന്റെ 30 മുതൽ 40% വരുന്ന ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ATF വിലകൾ അടുത്തിടെ കുറഞ്ഞെങ്കിലും കോവിഡിന് മുൻപുള്ള നിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും ഉയർന്നു തന്നെയാണ്. നവംബർ 1 ATF വില 3% വർദ്ധിച്ചിരുന്നു. ആഭ്യന്തര വിമാന യാത്രക്കാരുടെ എണ്ണം 2024 സാമ്പത്തിക വർഷത്തിൽ 7 മുതൽ 10% വരെ വർദ്ധിച്ച് 164 മുതൽ 170 ദശലക്ഷം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അടുത്ത വരുന്ന മാസങ്ങളിൽ ATF ഫ്യൂവൽ പ്രൈസുകൾ വർദ്ധിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ളത് എയർലൈൻസ് കമ്പനികൾക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ കമ്പനികൾക്ക് ആദ്യം തന്നെ ഇത് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ മറ്റ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, HPCL തുടങ്ങിയ കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. ഈ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ജിയോയും എയർടെല്ലും നേട്ടമുണ്ടാക്കിയതോടെ വോഡാഫോൺ ഐഡിയയുടെ വിപണി വിഹിതം എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തി. താരിഫ് വർധനകളിലും നെറ്റ്വർക്ക് പ്രശ്നങ്ങളും കാരണം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പാദത്തിൽ VIക്ക് 5 ദശലക്ഷം വരിക്കാരെയാണ് നഷ്ടപ്പെട്ടത്. ഇതോടെ വോഡാഫോൺ ഐഡിയയുടെ വരുമാന വിപണി വിഹിതം 2025 സാമ്പത്തിക വർഷത്തിലെ എക്കാലത്തെയും താഴ്ന്ന നിരക്കായ 14.5% കുറഞ്ഞു. സമീപകാല ധനസമാഹരണവും ഇക്വിറ്റി ഇൻഫ്യൂഷനും ഉണ്ടായിരുന്നിട്ടും VIയുടെ നെറ്റ്വർക്ക് നിക്ഷേപങ്ങളിൽ ഇതുവരെ വരുമാനം വർദ്ധിപ്പിക്കാനോ വരിക്കാരെ നിലനിർത്താനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഏതായാലും ഈ ഒരു വാർത്ത വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. കാരണം ഡിഫൻസ് സെക്ടറിലെ ഒത്തിരിയേറെ സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ സൈനിക സജ്ജീകരണം വർദ്ധിപ്പിക്കുന്നതിനായി 21,772 കോടി രൂപയുടെ 5 പ്രതിരോധ പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ഈ ഏറ്റെടുക്കൽ വഴി ഇന്ത്യയുടെ തീരദേശ പ്രതിരോധ വ്യോമയാന പോരാട്ട ശേഷി ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഈ ഒരു വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ബെൽ, കൂടാതെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് തുടങ്ങിയ കമ്പനികൾക്കും കൂടാതെ മറ്റ് ധാരാളം PSU സെക്ടറിലുള്ള ഡിഫൻസ് കമ്പനികൾക്കും ഇതിന്റെ ഗുണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒത്തിരിയേറെ വാല്യുബിൾ ആയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഞങ്ങൾ അന്നത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസത്തെയും നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക. രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങൾ എഡ്യൂക്കേഷണൽ വ്യൂസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സ്റ്റുഡൻസിന് താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇന്നത്തെ കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആഗോള സംരംഭകർക്ക് സൈബർ സുരക്ഷ ഒപ്റ്റിമേഷൻ ഉപദേശക സേവനങ്ങൾ നൽകുന്നതിന് ടെക്നോളജി സേവനങ്ങളും കൺസൾട്ടിംഗ് കമ്പനിയും നെറ്റ്സ്കോപ്പുമായി ഒരു പങ്കാളിത്തം പ്രഖ്യാപിച്ചു. അടുത്തത് റിലയൻസ് പവർ എന്ന കമ്പനിയാണ്. റിലയൻസ് പവറിന്റെ നിരോധനം SECI അതായത് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നു. കമ്പനിയെയും അതിന്റെ അനുബന്ധ കമ്പനികളെയും റിലയൻസ് NU ബെസ് ഒഴികെയുള്ള
മറ്റ് കമ്പനികളെ എല്ലാം SCCI ടെൻഡറുകളിൽ വീണ്ടും പങ്കെടുപ്പിക്കാൻ അനുവദിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി RVNL ആണ്. കമ്പനിക്ക് 186.76 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി ഹൊനാസ കൺസ്യൂമറാണ്. കമ്പനിയുടെ കോ ഫൗണ്ടറായ വരുൺ ആൽഗ അദ്ദേഹത്തിന്റെ കമ്പനിയിലെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 31.93% ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് ഉള്ളത്. 4.5 കോടി രൂപയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് സ്വിഗ്ഗി എന്ന കമ്പനിയായിരുന്നു. ഇന്നലെയാണ് സ്വിഗ്ഗിയുടെ റിസൾട്ടുകൾ പുറത്തു വന്നത്. ക്വിക്ക് കൊമേഴ്സ് വിഭാഗങ്ങളിൽ മികച്ച ഓർഡർ വളർച്ച കൈവരിച്ചതിനാൽ കുറഞ്ഞ ത്രൈമാസ നഷ്ടമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. റവന്യൂവിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ മാത്രമാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഗ്രാനുൾസ് ഇന്ത്യ, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇന്ന് എക്സ് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന കമ്പനി കാൻഫിൻ ഹോംസ് ആണ്. അടുത്തതായി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇപ്പോൾ ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽസ് ആണ് ഇന്നലെ ഔട്ട് പെർഫോം ചെയ്തത്. കൂടാതെ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകൾ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സായി മാറി. അദാനി പോർട്സ് 6%, അദാനി എന്റർപ്രൈസസ് 3% ഉയർന്നു. സിഗരറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് GST വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇതുകൊണ്ട് തന്നെ ITCക്ക് ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് എന്നും പറഞ്ഞതാണ്. ITC ഇന്നലെ 1% ഇടിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം വാർത്തകൾ നമ്മൾ ആ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു വാർത്തയുള്ളത്, QIP ആരംഭിച്ചതോടെ ടൊറന്റ് പവർ ഇന്നലെ 5% ഉയർന്നു. നിഫ്റ്റിയിലേക്ക് 181 പോയിന്റ്സ് ഉയർന്ന് 24,457 ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഷോർട്ട് ടേമിലേക്ക് നിഫ്റ്റി ഇപ്പോഴും ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അപ്സൈഡിൽ ഡെയിലി ചാർട്ടിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഒരുപക്ഷെ 24,500 മുതൽ 24,550 പോകാനുള്ള സാധ്യതയുണ്ടെന്ന്. അത്തരത്തിൽ നിഫ്റ്റി രാവിലെ തന്നെ ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയും 24,481 എന്ന ഹൈ ടച്ച് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും കൃത്യമായി തന്നെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. എത്ര പേർ ആ ട്രേഡ് എടുത്തു എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്സൈഡിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവൽ 24,600 മുതൽ 24,625 വരെയുള്ള ലെവലാണ്. അതിനുശേഷം 24,800 അതിനുശേഷം സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 തന്നെയാണ്. RSI ഒരു പോസിറ്റീവ് ബയാസിലാണുള്ളത്. ഇതെല്ലാം പോസിറ്റിവിറ്റി പകരുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇനി ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,300 മുതൽ 24,350 വരെയുള്ള ലെവലുമാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 അതിനുശേഷം 24,800 സ്ട്രൈക്കിലും അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,500 അതിനുശേഷം 24,000 സ്ട്രൈക്കും അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,800 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000 ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യാൻ കഴിയും. മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്യാൻ നിരവധി പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ്. അത്തരത്തിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നിയത് OI പൾസ് ആണ്. ഇനി ആർക്കെങ്കിലും OI പൾസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,450 സ്ട്രൈക്കിൽ 985% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട്, പ്രൈസ് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ് ആണ് കാണിക്കുന്നത്. അടുത്തത് കോൾ സൈഡിൽ 53% വർധനവാണ് കാണിക്കുന്നത്. അതായത് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ കമ്പാരിറ്റീവ്ലി പുട്ട് സൈഡാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. നല്ല ഒരു ഹെവി ലോങ് ബിൽഡപ്പ് തന്നെയാണത്. അടുത്തത് 24,400 സ്ട്രൈക്കിൽ 304% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ കോൾ സൈഡിൽ 3% ഇടിവാണ് കാണിക്കുന്നത്. അതായത് ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത് എന്നർത്ഥം. ഇനി 24,500 സ്ട്രൈക്കിൽ 92% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് കാണാം. എന്നാൽ 15% ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നതെന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,695 586 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു അപ്സൈഡിലെ പ്രധാനപ്പെട്ട ഒരു ലെവൽ 52,745 ആയിരിക്കുമെന്ന്.
അതുപോലെ ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ഒരു പുൾ ബാക്ക് ലഭിക്കുകയും ചെയ്തു. ഇന്നലെ 5-day EMAയിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി ഉയർന്നത്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.37-ൽ 2.23% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ഇനി FIDA ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ 3,664 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIs ആവട്ടെ 251 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. അതായത് FIs തിരികെ ബൈയിങ്ങിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവ് തന്നെയാണത്. S&P 500-ഉം നാസ്ഡാക്കും റെക്കോർഡ് ക്ലോസിംഗ് ആണ് ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയത്. S&P 500 0.05% നേട്ടത്തിലും നാസ്ഡാക്ക് 0.40% നേട്ടത്തിലും ഡൗ ജോൺസ് 0.17% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തത്. ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ സർവീസസ്, കൺസ്യൂമർ ഡിസ്ക്രിഷണറി സെക്ടറുകൾ തിങ്കളാഴ്ചത്തെ നേട്ടം വീണ്ടും നിലനിർത്തി. ഇന്നലെ മാർക്കറ്റിനെ സംബന്ധിച്ച് കൂടുതൽ ആശ്വാസം നൽകിയത് ഫെഡറൽ റിസർവ് പോളിസി മേക്കേഴ്സിന്റെ വാക്കുകൾ തന്നെയായിരുന്നു. പണപ്പെരുപ്പം 2% ലക്ഷ്യത്തിലേക്ക് തിരികെ എത്തുമെന്നും തൊഴിൽ വിപണി സോളിഡ് ആയിട്ടാണുള്ളത് എന്നും അവർ അഭിപ്രായപ്പെട്ടു. ഇനി തിങ്കളാഴ്ച ഫെഡ് ഗവർണർ ക്രിസ്റ്റഫർ വാളർ പറഞ്ഞത് ഇനി അടുത്ത ഒരു റേറ്റ് കട്ടിനായിട്ട് ഈ മാസം അവർ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ്. ഡിസംബർ 17-18 തീയതികളിലാണ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് നടക്കാനിരിക്കുന്നത്. CME ഫെഡ് വാച്ച് ടൂളിന്റെ അഭിപ്രായ പ്രകാരം 25 ബേസിസ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 72%. ഇനി ഇൻവെസ്റ്റേഴ്സ് ക്ലോസ് ആയി വാച്ച് ചെയ്യാൻ സാധ്യതയുള്ളത് US മന്ത്ലി എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് തന്നെയാണ്. വെള്ളിയാഴ്ചയാണ് ഡാറ്റ പുറത്തു വരുന്നത്. നവംബർ 5-ാം തീയതിയാണ് പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞ് US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരമേൽക്കുന്നത്. ഇതോടെ S&P 500 നവംബർ മാസത്തിൽ 5.7% ഉയർന്നത്. കഴിഞ്ഞ വർഷം മാത്രം 27% നേട്ടമാണ് S&P 500 ഉണ്ടാക്കിയത്. സമീപ ദിവസങ്ങളിൽ നല്ല നേട്ടമുണ്ടാക്കിയ ടെസ്ലയുടെ ഓഹരികൾ ഇന്നലെ 1.6% ഇടിഞ്ഞു. ആമസോൺ 1.3% നേട്ടവും ഉണ്ടാക്കി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് 0.38% ഇടിവിലും വിപ്രോ 0.42% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്കും HDFC ബാങ്കും ഇന്നലെ നേട്ടത്തിൽ തന്നെയായിരുന്നു. ICICI ബാങ്ക് 1.31% നേട്ടത്തിലും HDFC ബാങ്ക് 0.44% ഉയർന്നുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണ്. 0.22% നേട്ടത്തിലും S&P 500 0.08% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.56% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.26% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.42% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.44% ഉയർന്നു. റീറ്റെയിൽ സ്റ്റോക്കുകളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1.56% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഒരു മിക്സഡ് അവസ്ഥയിലാണ്. ഡാക്സ് 0.07% ഇടിവിലും CAC 0.06% നേട്ടത്തിലും FTSE 0.05% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ ഫോക്കസിലുള്ളത് സൗത്ത് കൊറിയ തന്നെയാണ്. രാഷ്ട്രീയ പ്രക്ഷുബ്ധങ്ങൾക്ക് ശേഷം ബുധനാഴ്ച ദക്ഷിണ കൊറിയൻ വിപണികൾ ഇടിഞ്ഞു. അവിടെ പ്രസിഡന്റ് യൂൻ സുക് യോൾ സൈനിക നിയമം അടിച്ചേൽപ്പിക്കുകയും പിന്നീട് അത് നീക്കം ചെയ്യുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന കോസ്പി സൂചിക 2% ഇടിവിലാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.25% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.26% നേട്ടത്തിലും സിംഗപ്പൂർ മാർക്കറ്റ് 0.26% തന്നെ നേട്ടത്തിലുമാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,512 എന്ന നിലയിലാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ നില വെച്ച് ഒരു 20 മുതൽ 25 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് ഈ ആഴ്ച അവസാനം നടക്കാനിരിക്കുന്ന OPEC+ മീറ്റിംഗിന് മുന്നോടിയായി ഇന്നലെ ക്ലോസ് ചെയ്യുന്ന ഓയിൽ പ്രൈസുകൾ 2.5% മുകളിൽ നേട്ടമുണ്ടാക്കി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $73.71 പെർ ബാരൽ എന്ന നിലയിൽ 0.12% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $70 0.09% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആണെന്ന് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.